അപ്പോൾ ഗ്രൂപ്പ് ചാമ്പ്യന്മാരായിട്ട് തന്നെ ബ്രസീൽ നെക്സ്റ്റ് റൗണ്ടിലോട്ട്, അതായത് സ്കോട്ട്ലൻഡിനെ 3-0 തകർത്തുകൊണ്ട് നെക്സ്റ്റ് റൗണ്ടിലോട്ട് റൗണ്ട് ഓഫ് 32 ബ്രസീൽ അവരുടെ ഇടം കൺഫേം ചെയ്തിട്ടുണ്ട്. അപ്പോൾ നെക്സ്റ്റ് ഇനി പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ, ആദ്യം നമുക്ക് കൺഫേം ആയ ടീമായ ജർമ്മനിയെക്കുറിച്ച് പറയാം. ജർമ്മനിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ജർമ്മനി ഗ്രൂപ്പിൽ 1ാം സ്ഥാനം കൺഫേം ചെയ്തിട്ടുണ്ട്. ജർമ്മനിക്ക് വരിക ABCDF ആണ് ജർമ്മനിയുടെ ഗ്രൂപ്പ്. അപ്പോൾ ഈ ബാക്കിയുള്ള ABCDF ഈ 5 ഗ്രൂപ്പുകളിലുള്ള ബെസ്റ്റ് 3rd പൊസിഷനിൽ വരുന്നത്, അതായത് 3ാം സ്ഥാനക്കാരായിരിക്കും ജർമ്മനിയായിട്ട് വരിക. അപ്പോൾ ജർമ്മനിക്ക് താരതമ്യേന ഇപ്പോഴത്തെ ഒരു കണ്ടീഷൻ വെച്ചിട്ട് കിട്ടാൻ സാധ്യത ഒന്നെങ്കിൽ സ്വീഡൻ ആയിരിക്കും, അല്ലെങ്കിൽ പരാഗ്വേ ആയിരിക്കും. ഇനി ബ്രസീലിൻ്റെ കാര്യം നമ്മൾ ഓൾറെഡി സംസാരിച്ചാണ്. അതായത് ബ്രസീലിന് നേരിടാനുണ്ടാവുക ഗ്രൂപ്പ് Fലെ 2ാം സ്ഥാനക്കാരായിട്ടായിരിക്കും വരിക. കാരണം ബ്രസീൽ ഗ്രൂപ്പ് Cയിൽ 1ാം സ്ഥാനക്കാരായിട്ടാണ് ഫിനിഷ് ചെയ്തത്. അപ്പോൾ ഗ്രൂപ്പ് Fലെ 2ാം സ്ഥാനക്കാരായിട്ട് വരാൻ സാധ്യത ഒന്നെങ്കിൽ നെതർലാൻഡ്സ് അല്ലെങ്കിൽ ജപ്പാൻ, ഇവർ തന്നെ ആയിരിക്കും വരിക. അപ്പോൾ ജപ്പാൻ or നെതർലാൻഡ്സ് ആയിരിക്കും ഭയങ്കര ആവേശകരമായ ഒരു മത്സരമായിരിക്കും. ആ ഒരു ബ്രസീൽ വേഴ്സസ് ജപ്പാൻ or നെതർലാൻഡ്സ് ഇങ്ങനെ ആയിരിക്കും വരിക. പിന്നെ സ്പെയിൻ്റെ കാര്യം പറയുന്നത്, സ്പെയിൻ ഗ്രൂപ്പ് Hലാണ്. അപ്പോൾ ഗ്രൂപ്പ് Hൽ സ്പെയിൻ ചാമ്പ്യന്മാരാവാനാണ് ഏറ്റവും കൂടുതൽ സാധ്യത. ലാസ്റ്റ് മത്സരം ഉറുഗ്വേക്കെതിരാണ്. എന്നാൽ പോലും സ്പെയിൻ ആ മത്സരം സമനില പിടിച്ചാൽ തന്നെ ചാമ്പ്യന്മാരാവും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ സ്പെയിന് നെക്സ്റ്റ് റൗണ്ടിൽ വരിക അർജന്റീനയുടെ ഗ്രൂപ്പിലെ 2ാം സ്ഥാനക്കാരായിട്ടുള്ള ടീമായിരിക്കും. അത് അർജന്റീന ഗ്രൂപ്പിൽ ഓസ്ട്രിയ or അൾജീരിയ ഇവരായിരിക്കും സ്പെയിനിന് നെക്സ്റ്റ് റൗണ്ടിൽ വരിക. ഇനി അർജന്റീനയുടെ കാര്യം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അർജന്റീനയ്ക്ക് ഇപ്പോൾ സ്പെയിൻ വേഴ്സസ് ഉറുഗ്വേ മത്സരം കഴിഞ്ഞാലാണ് കാര്യമായുള്ള ഫിക്സറിൻ്റെ ഒരു കൺഫർമേഷൻ നമുക്ക് കിട്ടാൻ കഴിയുള്ളൂ. എന്നാൽ പോലും ഉറുഗ്വേ ആയിരിക്കും 2ാം സ്ഥാനം വരിക എന്നാണ് നമ്മൾ ഒരു സാധ്യത പറയുന്നത്. പക്ഷേ കേപ്പ് വെർദെ അപ്പുറത്ത് സൗദി അറേബ്യയെ തോൽപ്പിച്ച് കഴിയുകയും ഉറുഗ്വേ സ്പെയിനോട് തോൽക്കുകയോ സമനില പിടിക്കുകയോ തന്നെ കഴിഞ്ഞാൽ മതി. ഉറുഗ്വേക്ക് ജയം നിർബന്ധമാണ്. നേരെ മറിച്ച് കേപ്പ് വെർദേക്ക് അപ്പുറത്ത് സമനിലായപ്പോഴും ചിലപ്പം ഉറുഗ്വേയെ മറികടക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ അർജന്റീനയ്ക്ക് ഉറുഗ്വേ or കേപ്പ് വെർദെ ഇവരായിരിക്കും നെക്സ്റ്റ് റൗണ്ടിൽ വരിക. സോ കൂടുതൽ വിശേഷങ്ങളുമായി നമ്മുടെ വീഡിയോയിൽ കാണാം. നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ യൂട്യൂബിൽ വീഡിയോ കാണാൻ അവിടെ സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻസ്റ്റാഗ്രാം പേജാണെങ്കിൽ ഫോളോ ചെയ്യുക. ഓക്കെ.